ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അൺമാസ്കിംഗ് അനോമലീസ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോർമർലി അൺമാസ്കിംഗ് ഏത്തിസം. ഏത്തിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവരുടെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ പലപ്പോഴും ഇവരുടെ ചാനലിനകത്തൂടെ പറയുന്ന പല കാര്യങ്ങളും പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് പച്ചവരാതം വിളിച്ച് പറയുക എന്നുള്ളൊരു രീതിയിലാണ് ഇവരുടെ പലപ്പോഴും ഇവരുടെ വീഡിയോസിനകത്ത് പലപ്പോഴും കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ പല ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ബുൾഷിറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇവരതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന മറ്റ് ചില സാധനങ്ങളുണ്ട്, അത് അതിനെക്കാട്ടി വലിയ കോമഡികളാണ്. എന്നാണെങ്കിലും ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കോഴിക്കോട് ബീച്ചിൽ ഇപ്പം നമ്മളെല്ലാവരും എന്തിനാണ് ബീച്ചിൽ കാര്യങ്ങളൊക്കെ പോകുന്നത്? നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും നമ്മളൊന്ന് എൻജോയ് ചെയ്യാനും ആ ഒരു രീതിയിലൊക്കെ ഒന്ന് വൈബ് ചെയ്യാനെ കൊണ്ടൊക്കെ നമ്മൾ പോകുന്നതാണ്. അങ്ങനെ പോകുന്ന സമയത്തേക്ക് അവരുടെ സ്വകാര്യതയിലോട്ട് കടന്നു ചെന്നിട്ട് അവരിലോട്ട് വിശ്വാസങ്ങൾ, മതവിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി ശുദ്ധ പോക്കൃത്തരം തന്നെ ഞാൻ പറയും. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് പോയിട്ട് അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തോ നല്ലതാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സോറി ഗൈസ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരിക്കലും ഒരാളുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആരെയും അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഞാനിപ്പോൾ ഒരു ഏത്തിസ്റ്റോ അല്ല, വിശ്വാസിയല്ല, ഞാനൊരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ഒരു രണ്ട് കൂട്ടത്തിലും പെടുന്ന ഒരാളൊന്നും അല്ല. ഞാൻ ഫ്രീ തിങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആർക്കും ഏതൊരു വ്യക്തിക്കും അയാൾക്ക് ഏത് രീതിയിൽ വിശ്വസിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ അത് മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു തെറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവമാണ് നമ്മളിവിടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വിശ്വാസങ്ങളൊക്കെ നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല പല പെർസ്പെക്റ്റീവുകൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഡിബേറ്റ് വലിയൊരു ടോപ്പിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുഷ്യന്മാർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക്, ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന സമയത്തേക്ക് നമുക്കൊന്ന് വിളിക്കാനെ കൊണ്ട് ആരെങ്കിലും ഉണ്ട്, അങ്ങനെ ഒരു അദൃശ്യ ശക്തിയാണ് ദൈവമെന്ന്, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ, നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കാനെ കൊണ്ട് ഏതോ ഒരു ശക്തി ഉണ്ടെന്നുള്ള രീതിയിൽ ജീവിതത്തിലെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ അങ്ങനെ ഒരു ബിംബമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ മനുഷ്യന്മാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ സമയങ്ങളിൽ ആളുകൾ ഒരുപാട് തെറ്റുകളിലോട്ടൊക്കെ സഞ്ചരിച്ചേക്കുന്ന സമയത്തേക്ക് അന്നൊരു നിയമ സംവിധാനം അന്ന് പ്രാചീന കാലത്ത് ഇല്ലാതിരുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ മനുഷ്യന്മാരെ എന്തിനെയെങ്കിലും ഒന്ന് പേടി തോന്നണം, എന്നിട്ട് ഇത് ചെയ്താൽ തെറ്റാണെന്ന് ആൾക്കാർക്ക് തോന്നിയിട്ട് ദൈവം കോപിക്കും, ദൈവം ശിക്ഷിക്കും എന്നുള്ള രീതിയിലോട്ട് ആളുകളിലോട്ട് ഭയം എന്ന് പറയുന്ന ഒരു വികാരം ഇട്ടിട്ട് അങ്ങനെ രീതിയിൽ ആൾക്കാർ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ ആളുകൾ ആദ്യകാലങ്ങളിൽ ഇത്തരത്തിൽ ചെയ്തെന്നുള്ളത് നമുക്ക് അങ്ങനെ പല പല പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു വിശ്വാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് എവിടെയും ഒരു സയന്റിഫിക് എവിഡൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ടില്ല. എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ അടുത്ത് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, നേരിട്ടൊന്ന് കാണട്ടെ കള്ള ബടുവ. എന്താണെങ്കിൽ ഇപ്പം വിഷയമായേക്കുന്ന ഇവരുടെ ആ ഒരു പ്രസ്തുത വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ബീച്ചിൽ വന്ന പെൺകുട്ടി ദൈവത്തിനെതിരെ പറഞ്ഞ വാദങ്ങൾ. ഓക്കെ, പെൺകുട്ടി ബീച്ചിൽ വന്നിട്ട് ദൈവത്തിനെതിരെ പറയാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ഒരു പെൺകുട്ടി ആണല്ലോ അല്ലേ? ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലോജിക്കലി ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ചു, ഇവർക്ക് ഉത്തരവില്ല. എന്നിട്ട് ഇവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചേരുന്ന ചില സംഭവങ്ങളാണ്. നമുക്ക് നാട്ടിലെ ഫസ്റ്റ് ഇതിനെ പറ്റി വന്നേക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്, നമുക്ക് അത് ആദ്യം കേൾക്കാം. ഏത്തിസം എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന മതപ്രചാരണത്തിനെതിരെ മുസ്ലിം നേതാക്കൾ രംഗത്ത്. പൊതു ഇടങ്ങളിൽ ഇത്തരം മതപ്രചാരണങ്ങൾ ശരിയല്ല എന്നും അത് സമൂഹത്തിൽ അപകടമുണ്ടാക്കും എന്നാണ് വിമർശനം. അതേസമയം നിരീശ്വരവാദത്തിനെതിരെ സമാധാനപരമായിട്ടുള്ള ആശയ സംവാദം മാത്രമാണ് നടന്നതെന്ന് അൺമാസ്കിംഗ് ഏത്തിസം പ്രവർത്തകർ പറയുന്നു. കേരളത്തിലുള്ള വിവിധ സലഫി ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ച് രൂപീകരിച്ച അൺമാസ്കിംഗ് ഏത്തിസം എന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് കോഴിക്കോട് ബീച്ചിൽ മതപ്രബോധനത്തിനിറങ്ങിയത്. ആളുകൾ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വേണ്ടി വരുന്ന ബീച്ച് പോലുള്ള പൊതു ഇടങ്ങളിൽ മതവും വിശ്വാസവും പറഞ്ഞ് തർക്കമുണ്ടാക്കണമോ എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. പൊതു ഇടങ്ങളിലെ ഈ വിശ്വാസ പ്രബോധന രീതിക്കെതിരെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ആദ്യം രംഗത്ത് വന്നു. മതവും വിശ്വാസവും ഒക്കെ സ്വന്തം ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്നും പ്രത്യേകിച്ചും പുതിയ കാലത്ത് എല്ലാം പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടെന്നിരിക്കെ വിശ്വാസത്തെ ഇങ്ങനെ തെരുവിൽ തർക്ക വിഷയമാക്കരുതെന്നും സുന്നി പണ്ഡിതൻ കൂടിയായ ഷുഹൈബുൽ ഹൈതമി അഭിപ്രായപ്പെട്ടു. മാത്രമല്ല ഇത്തരം മതപ്രബോധന രീതികൾ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ നടന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം സ്വീകരിക്കുന്ന പ്രബോധന രീതിയല്ലെന്ന് സുന്നി പണ്ഡിതൻ വഹാബ് സക്കാഫി മമ്പാടും പ്രതികരിച്ചു. പ്രബോധനത്തിൽ ഇന്നലകളിൽ പൂർവിക മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ച ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ശൈലി മാറ്റങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധയും വർഗീയതയും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ അടുത്ത ദിവസം ബീച്ചിലും തെരുവിലുമൊക്കെയായി നടക്കുന്ന പ്രബോധനങ്ങളുടെ ചില അലയൊലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതൊക്കെയും കൂടുതൽ മതനിന്ദകൾക്കും സാമൂഹ്യ സ്പർദ്ധക്കും കാരണമാക്കുമെന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അതേസമയം കോഴിക്കോട് ബീച്ചിലേത് സമാധാനപരമായ ആശയ സംവാദമായിരുന്നുവെന്നും മറിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സംഘാംഗമായ അബ്ദുള്ള ബാസിൽ പറഞ്ഞു. പങ്കെടുത്ത ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടിരുന്ന ആളുകളൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ രസകരമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. പക്ഷേ അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ചില ആളുകളെങ്കിലും അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിച്ചു, അതിനെ പലതരത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് വളരെ ആരോഗ്യകരമായ ചർച്ചകൾ, വിവിധ ദർശനങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും
നിരീശ്വരവാദത്തെക്കുറിച്ചുമല്ല നിരന്തര ചർച്ചകൾ നടക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. വർഗീയത ഇല്ലാതെ മതം അതിൻ്റെ മെറിറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കരുത് എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. ആശയപ്രചരണവും മതപ്രബോധനവും ഒക്കെ ആകാം, പക്ഷേ അത് ചുറ്റുപാടുമുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണമെന്നുള്ളതാണ് മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇത് മുസ്ലിങ്ങൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലോട്ടല്ലേ ഇവർ ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളെ മതവിശ്വാസികളായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകൾ ഇതുപോലെ ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുന്ന സമയത്തേക്ക് നമ്മൾ അവരെ വലിച്ചേറാറുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിൽ എക്സ്ട്രീമിസ്റ്റുകളെ പോലെ ഇവർ പെരുമാറുകയും എന്നാൽ അത് തോന്നിപ്പിക്കാത്ത തരത്തിലോട്ട് മറ്റേ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് വന്ന് കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇവരുടെ പലപ്പോഴും പല വിഷയങ്ങളിൽ ഇവരുടെ വസ്ത്രധാരണത്തിലും അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ ഇവർ സംസാരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. എക്സ്ട്രീം മൈൻഡ് സെറ്റിൽ പല ആ ഒരു മതത്തിന്റെ സാധനം വെച്ചിട്ടാണ് ഇവർ പലപ്പോഴും സംസാരിക്കാറുള്ളത്. നമ്മൾ ഏതൊരു മതത്തിന്റെ ആണെങ്കിലും എല്ലാ മതങ്ങളിലും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളും മോശവശങ്ങളും ഉണ്ട്. പക്ഷെ അതിന്റെ നല്ല വശങ്ങൾ എടുക്കാതെ ബാക്കി ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കുറച്ച് നെഗ് സാധനങ്ങൾ, ബാഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് തോന്നുന്നു. എന്താണെങ്കിലും ഇവർ ഈ പറഞ്ഞേക്കുന്ന വളരെ സമാധാനപരമായിട്ട് ആൾക്കാർ ഫേസ്ബുക്കിൽ വേറെ വ്യാഖ്യാനിച്ചു എന്നുള്ള സംഭവങ്ങളാണ് പറയുന്നത്. എന്താണെങ്കിലും അതിനകത്തുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലാന്ന് വാദിക്കുന്നവരൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മഴ പെയ്തത് ദൈവമാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. കുറെ ആൾക്കാർ അങ്ങനൊന്നുമില്ല. സയൻസ് ദൈവത്തെ തെളിയിച്ചില്ല. ശരിക്കും ഈ മഴയൊക്കെ എങ്ങനെ ദൈവം പെയ്യിപ്പിക്കുന്നത് പറയാൻ പറ്റുന്നത്? പറ്റൂലല്ലേ? ഇത് മറ്റേ വെള്ളം വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്നതല്ലേ? അതായത് വെള്ളം വേപ്പറൈസ് ചെയ്ത് മേലോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായതുകൊണ്ട് ദൈവമില്ല. അപ്പോൾ പറഞ്ഞല്ലോ സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും എങ്ങനെയായിരിക്കും ശരിക്കും സയൻസ് ദൈവത്തെ തെളിയിക്കേണ്ടത്? ലാബിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഹെൻസ് പ്രൂവ് കൊണ്ട് കാണിക്കും. പിന്നെ എങ്ങനെ അതായത് ലിറ്റ്മസ് ടെസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരു വിശ്വാസമല്ലേ? അല്ല, സയൻസിലൂടെ എങ്ങനെയായിരിക്കും ദൈവത്തെ തെളിയിക്കേണ്ടി വരിക? അല്ല, ഞാൻ ചോദിക്കുന്നത് അറിയോ, ഇപ്പൊ നമുക്ക് സയൻസിന്റെ കുറെ ടൂൾസ് ഉണ്ട്. മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ദൈവത്തെ കാണണം. അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ ദൈവം സയൻസ് തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്തിനാണ് സയൻസ് തെളിയിക്കാത്തത്? അല്ലെങ്കിൽ എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താണ് സയൻസ്, ഒന്ന് എന്താണ് ഈ പറഞ്ഞ ദൈവം. ആ ഡെഫിനിഷൻ ഒരു ഡെഫിനിഷൻ കിട്ടി, പടച്ചവൻ. അപ്പൊ ആ പറച്ചോനാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു പറച്ചോനുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു പോയ പറച്ചോനുണ്ടല്ലോ, ആ പറച്ചോനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. അപ്പോൾ ശരിക്കും സയൻസ് എന്ത് പഠിക്കാനുള്ളതാണ്? നമ്മുടെ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും സയൻസ് കൊണ്ട് ദൈവത്തെ തെളിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതിനെ കുറിച്ച്, അതായത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തുള്ള ദൈവത്തെ തെളിയിച്ചില്ലല്ലോ. അപ്പൊ അതിലെന്തോ ഒരു പ്രശ്നമില്ല, ഡിറ്റക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് ചോദിച്ചത്. അതായത് ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സയൻസിന്റെ ഒരു മേഖല ഉണ്ട്, എന്താ മെറ്റീരിയൽ വേൾഡ്. നമ്മൾ സയൻസിന്റെ ഏത് എക്സ്പെരിമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കാൻ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയൽ വേൾഡിനെ ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മൾ പറയുന്ന ദൈവം, നിങ്ങൾ നേരത്തെ വിളിച്ച പറച്ചോനുണ്ടല്ലോ, ആ പറച്ചോൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ അത് പറച്ചോനാവില്ല. ഇപ്പോൾ ആലോചിച്ചാൽ ഏതെങ്കിലും ഭൂമി അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ ദൈവമാകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ? ആ സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ഇതിന്റെ ഒക്കെ പ്രപഞ്ചത്തിനൊക്കെ പുറത്തുള്ള ഒരു പറച്ചോനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സയൻസ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇവരുണ്ടല്ലോ, ഇവരുടെ മുന്നിലോട്ട് ഒരു ഏലിയൻ മറ്റേതെങ്കിലും സ്പേസിൽ നിന്നോ മറ്റേതെങ്കിലും ഈ പറയുന്ന ഈ ഗ്രഹത്തിൽ നിന്നോ എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ അതിനെ പിടിച്ച് ചിലപ്പോൾ ദൈവമാക്കി കളയും കേട്ടാ. കാര്യം വെച്ചാൽ സയൻസും ഈ പറയുന്ന മതവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാകും. പക്ഷെ ഇവർ അതിനകത്ത് പിന്നെ ന്യായീകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ വരുത്താനെ കൊണ്ടായിരിക്കും ശ്രമിക്കുക. ഇതിനകത്ത് സയൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് എനർജീനെ, ഡാർക്ക് മാറ്ററിനെ ഇവരിനി ദൈവമാക്കിയിട്ട് മാറ്റുമോ. കാര്യം ഈ നമ്മുടെ ഈ ഒരു ഒബ്സർവബിൾ യൂണിവേഴ്സിലുള്ള ഒരു സംഭവം തന്നെയാണല്ലോ ഈ പറഞ്ഞ ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. അതേപോലെ തന്നെ ഡാർക്ക് മാറ്റർ ഉണ്ട്. ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ മുന്നിൽ ഇപ്പം ഈ കാണുന്ന കൈ ഇപ്പോൾ ഒരു ഗ്രഹമാണെന്നുള്ളത് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നക്ഷത്രമാണെന്നുള്ളത് വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് നോക്കുന്ന സമയത്തേക്കിന് ചിലപ്പോൾ ഈ ഒരു ഗ്രഹത്തെ ഇവിടെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളത് വരത്തില്ല. ചിലപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇപ്പം ഈ ഒരു ഗ്രഹം ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈ ഗ്രഹത്തെ കാണാൻ പറ്റും, ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇവിടെയും കാണാൻ പറ്റും. അതായത് ഒരേപോലെയുള്ള രണ്ട് ഗ്രഹങ്ങൾ ആണ് എന്നുള്ളതല്ല പറയുന്നത്. ഇത് സെയിം ഗ്രഹം തന്നെയാണ്, നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രഹത്തിന്റെ ഇടയ്ക്ക്, അതായത് ഈ ഇടയ്ക്കായിട്ട് എന്തോ ഒരു ഡാർക്ക് ആയിട്ടുള്ള എന്തോ ഒരു മാറ്റർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മാറ്റർ നമ്മുടെ വിഷനെ തടഞ്ഞിട്ട് നമ്മുടെ വിഷൻ ഈ രീതിയിൽ അങ്ങോട്ടും ആ ഒരു ഇമേജ്, അതായത് ഈ ഗ്രഹത്തിന്റെ ഇമേജ് നമ്മളെ ഈ ഒരു രീതിയിലും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകുന്നുണ്ട്, രണ്ട് വശത്തോട്ടും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രണ്ടിടത്തായിട്ട് സെയിം ഈ ഒരു ഗ്രഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇതിന്റെ ഇടയ്ക്ക് എന്തോ തടഞ്ഞു വെക്കുന്ന ഒരു സാധനമുണ്ട്. അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ആ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയാണ് ദൈവം എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ പറയുന്നത്. ചില വീഡിയോസിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ ചിലർ പറയുന്നത് കേൾക്കാൻ പറ്റുമേ. ആക്ച്വലി ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു 3D ഒബ്ജക്റ്റ് മാത്രം കാണാനുള്ള ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. നമ്മളുടെ വിഷൻ എന്ന് പറഞ്ഞാൽ 3D ആണ്. മൃഗങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനെ 2Dയും
വണ്ടിയൊക്കെ ആയിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ 3D ആണ്. അപ്പം നമ്മുടെ 3 ഡയമെൻഷൻ വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3D എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് 2D നമുക്ക് പറ്റുള്ളൂ, അങ്ങനെ എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മുടെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4th ഡയമെൻഷനും 5th ഡയമെൻഷനും 11th ഡയമെൻഷനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഈവൻ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മളുടെ ഇതുവരെ നമുക്ക് അത് ഒരിക്കലും തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അടുത്തൊരു ഡയമെൻഷൻ എന്താണ്, എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മളുടെ ഈ ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്കുള്ള ഇതിൽ നിന്നും കുറച്ചുകൂടെ അപ്പുറമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആഗ്രഹം. കാര്യം നമ്മളുടെ ശരീരം അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടില്ല, നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ വിഷയം, നമ്മുടെ ഈ സാധനങ്ങൾ അത്രത്തോളം ഡെവലപ്ഡ് അല്ലാത്തൊരു ക്രീച്ചേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് അതിലോട്ട് ആ ഡയമെൻഷനിലോട്ട് എത്താൻ പറ്റാത്തത് അല്ലേ. അതുകൊണ്ടാണ് പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. അതേ സമയത്തേക്കിന് ഈ പറയുന്ന മൃഗങ്ങളിലോട്ട് നോക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ കാണുന്ന പല ഇമേജും അതേപോലെ അല്ല അവർ കാണുന്നത്. അപ്പോൾ അവരെക്കാൾ കൂടുതൽ നമുക്കത് കാണാൻ പറ്റുന്നു, വിസിബിളായിട്ട് കാണാൻ പറ്റുന്നു, 3 ഡയമെൻഷനിൽ നമ്മൾ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മൃഗങ്ങളുടെ മുന്നിൽ നമ്മൾ എന്താ ദൈവങ്ങളായി മാറുമോ? ആൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവർ ഈ പറയുന്ന ഈ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒബ്സർവർ യൂണിറ്റ്സ് അത് ഇത് മാങ്ങാ തേങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇടയിൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഈ മൃഗങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നും ഒരു ദിവസം 24 മണിക്കൂറാണെന്നും ഒരു വർഷം 365 ദിവസം ഉണ്ടെന്നും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടെന്നും ചന്ദ്രൻ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഈ മൃഗങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? അവർ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യന്മാർക്കിടയിലോട്ട് ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കിടയിലോട്ട് പിന്നെയും ഇത് ഇഞ്ചെക്ട് ചെയ്യാണ്. സയൻസ് അല്ല, ഇത് വേറെ യൂണിവേഴ്സ്, വേറെ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചെക്ട് ചെയ്യാനെ കൊണ്ട് ഇവർ ശ്രമിക്കുകയാണ്. എന്റെ മോൻ കുറച്ച് മാറി സ്ഥലത്താണ്, കൊടുവിളി നിൽക്കുകയാണ്. അവന് എന്തൊരു ആവശ്യം ഉണ്ടാവും, മിഠായി മേടിക്കണം. അവനോട് വാപ്പി എനിക്ക് 5 രൂപ മിഠായി മേടിക്കട്ടെന്ന് പറയുന്നു. എൻ്റെ അവൻ പറയുന്നത് 5 രൂപ വാപ്പി തന്നില്ല, എനിക്ക് വാപ്പിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ദൈവത്തിനെ കണ്ടിക്കണോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവം എന്ന് പറയുന്ന ഒരു രൂപം കണ്ടില്ലല്ലോ, നിങ്ങൾ പറയുന്ന രൂപം ഉണ്ടെന്ന് ഓനറിയാലോ. പുള്ളിക്കാരി ഭയങ്കര സീനാണ് കേട്ടോ. ഇവരുടെ കണ്ണകൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മോൻ ഇതുപോലെ അച്ഛൻ മുട്ടായി വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അപ്പൊ അങ്ങനെ ഒരാൾ ഇല്ല എന്ന് പറയുന്നുള്ളത്. എടേ, ആ കുഞ്ഞിനറിയാം ഇങ്ങനെ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അങ്ങനെ ഒരു രൂപം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനറിയാം ഇങ്ങനെ ഇതാണ് എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളാണ് എനിക്ക് മുട്ടായി വാങ്ങിത്തരേണ്ട ആൾ ഇതാണെന്നുള്ളത് ആ ഒരു കുഞ്ഞിനുണ്ട്. ഇവര് ദൈവം എന്ന് പറഞ്ഞൊരു സംഭവത്തെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഇത് ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഇവര് പിന്നെ കിടന്ന് വാദിച്ച് ഇതാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ വിശ്വാസം എന്ന് പറയുന്ന പല പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ ഇവരിതിങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് ഡിഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഇവർക്കുള്ള ഉത്തരവില്ല. പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചോദ്യം, പ്രാർത്ഥന കേൾക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രാർത്ഥനയും അതേപോലെ കേട്ടോളാം. അങ്ങനെയല്ല. പിന്നെ അതെന്താ പ്രശ്നം അറിയോ? നിങ്ങൾ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ ബാലരമയിൽ ബാലമംഗളത്തെ കുറിച്ച് കുട്ടിച്ചാകുക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ വരുന്ന അങ്ങനെ ഒരു ദൈവത്തിനെ കുറിച്ച് മതം പോലും പറയുന്നില്ല. അപ്പൊ ഒരു മതം പറയാണ് ദൈവത്തെ വിളിച്ചാൽ അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് അത് സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയാം. ഈ ബാലരമയുടെയും കുട്ടിച്ചാത്തൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ ഇത് BC 2000 വർഷങ്ങളിലോ വല്ലോ ആണ് ഇത്തരത്തിൽ ഈ ബാലരമയും കളിക്കുടുക്കയൊക്കെ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് മനുഷ്യന്മാർ ഡിങ്കനെയും കുട്ടൂസനെയും ഡാഗിനി മുമ്മയൊക്കെ ആണെങ്കിൽ ദൈവമായിട്ട് ചിലപ്പോൾ ആൾക്കാർ ആചരിച്ചിന്. അത് എന്തോ വലിയ മതഗ്രന്ഥമാണെന്ന് വിചാരിച്ചിട്ട്. എന്റെ പൊന്നെ, ദൈവം പറയുന്നത് പക്ഷേ മൾട്ടിവേഴ്സ് ഉണ്ടെന്ന് തെളിയിക്കുന്ന കുറച്ച് ആർഗ്യുമെന്റുകൾ എനിക്ക് വെക്കാൻ പറ്റും അല്ലേ? അപ്പൊ എനിക്ക് മൾട്ടിവേഴ്സ് ഒരിക്കലും കാണാൻ പറ്റില്ല. ഞാൻ മരിക്കുന്നത് എനിക്ക് മൾട്ടിവേഴ്സ് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ മൾട്ടിവേഴ്സ് ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മേഖല വേറെയാണ്, അതായത് മറ്റേ മേഖല എന്ന് പറഞ്ഞാൽ സയൻസിന്റെ മേഖല, ഇത് വേറെ മേഖലയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയമെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ 3D ആണ്, അതിനപ്പുറത്തോട്ട് 4D നമുക്ക് ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലോ. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ അത്രത്തോളം ഉള്ള എബിലിറ്റി മാത്രമേ നമുക്കുള്ളൂ. മനുഷ്യ ശരീരത്തിന് അത്രത്തോളം ഉള്ള എബിലിറ്റിയേ ഉള്ളൂ. പല മൃഗങ്ങളിലോട്ട് 2D ഇമേജ് മാത്രം, വിഷൻ മാത്രമുള്ള 2 ഡയമെൻഷനിൽ മാത്രം കാണാൻ പറ്റുന്ന മൃഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെക്കാട്ടിൽ എബിലിറ്റി ഉള്ള ആളുകളാണ് നമ്മളെക്കാട്ടി എബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എബിലിറ്റി നാളെ മനുഷ്യ ശരീരത്തിൽ പരിണാമം സംഭവിച്ചിട്ട് മറ്റൊരു കൂടുതൽ എബിലിറ്റീസ് നമുക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ 4th ഡയമെൻഷൻ എന്താണെന്ന് ചിലപ്പോൾ കാണാൻ പറ്റുന്നുള്ളത് വന്നേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, വേൾഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. പ്രളയം വന്നപ്പോൾ എത്ര മനുഷ്യന്മാർ മരിച്ചു. ഇതൊക്കെ ദൈവം ഉണ്ടെങ്കിൽ നടക്കുമോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കണം, എന്റെ വീട്ടിൽ ഞാൻ പൂട്ടിയിട്ടിരിക്കണം, എന്നാലും ഞാൻ മരിക്കും. അപ്പൊ ക്രൂരമായ ഒരു മരണം ഉണ്ടല്ലോ, മരണം ഉണ്ടെങ്കിൽ ദൈവം ഇല്ലാന്നുള്ളതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാവുന്ന ചോദിക്കണം. ഒന്നുകൂടി ന്യായീകരണം കേട്ടോ. അതായത് ഈ പ്രകൃതി ദുരന്തമൊക്കെ സംഭവിച്ച ആൾക്കാർ മരിച്ച സമയത്തേക്ക് ദൈവം വന്നില്ലോ. പുള്ളിക്കാർ ചോദിച്ച കറക്റ്റ് ചോദ്യമല്ലേ. അപ്പൊ നേരെ മുടന്ത ന്യായം പറയണം, നമ്മൾ എപ്പോഴാണെങ്കിലും മരിക്കും, ഇതിങ്ങനെ ദൈവം ഇങ്ങനെ അങ്ങ് വിധിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെയാണെങ്കിൽ കുറേ അമ്മമാര് പേടിപ്പിച്ചില്ലാണ്ടാക്കുന്ന സമയങ്ങളിൽ വാവിട്ട് നിലവിളിച്ച് ആ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്തേക്ക് വിളി കേൾക്കാത്ത എന്തൊരു സൈക്കോ ദൈവമാണ്. അപ്പോഴും ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിക്കുമ്പം അതെങ്ങനെ ദൈവം കേൾക്കും? കാര്യം പല ആളുകളും ഇങ്ങനെ സിറ്റുവേഷനിൽ പാവം കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കശ്മലാണ് ഗൈസ് ആ ദൈവം.
അയാൾ എന്തൊരു സൈക്കോണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യും, എന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാം, അത്ര എനിക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു ഇന്റർവ്യൂ താ, ഞാൻ ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ. ഇവിടെ പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ എങ്ങനെ പറയാം? ഒരു സാധനം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും വേറൊന്ന് വരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാവർക്കും സുഖമാവണമായിരുന്നു. അതിനോട് പറഞ്ഞു അങ്ങനെ ദൈവം പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ദൈവം ശരിക്കും നമ്മള് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഇവര് ദൈവത്തെ വിളിക്കാൻ പോകുന്നേ? അടുത്തത് കിട്ടി. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാണ്? പക്ഷെ ഇവർ തന്നെ പറയുന്നുണ്ട് ദൈവം അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ തന്നെ പറയുന്നുണ്ട്. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ ആരാണ് കേട്ടത്? ദൈവം പറഞ്ഞത് ആരാണ് കേട്ടത്? കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ആ ദൈവത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും തരും. പുള്ളിക്കാർ കറക്റ്റ് സ്പോട്ടിൽ ഓരോന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മൈക്ക് തറയാണ്. എന്തുവാ അവിടെ ഉത്തരവില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും തട്ടി കളിച്ച് മാറ്റണമല്ലോ. വിശ്വാസികൾ മനസ്സിലാക്കുന്ന ദൈവം എന്താ? ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ ഒരു എന്തിനെങ്കിലോ നേരെ വിളിക്കൂ. അത്രേ ഉള്ളൂ. ഒന്നും ചെയ്തരില്ല, വെറുതെ കുറെ പൈസ കൊണ്ടിടൂ, കുറെ വഴിപാട് ചെയ്യൂ, വെറുതെ. വളരെ ശരി. ഈ ദൈവത്തെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല, ഇങ്ങനെ ദൈവത്തെ അംഗീകരിക്കാൻ പാടില്ല. വെറുതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും പോയി വഴിപാടുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. നമ്മളൊപ്പാണ്, ഒരേ വിഷയം, ഒരേ നിലപാടാണ്. ഇവിടെ എന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ ദൈവത്തെ വിശ്വസിക്കേണ്ട, പിന്നെ ഏത് ദൈവത്തെയാണ്? ഇവിടെയാണ് അവരെന്താണ് പറഞ്ഞത് ഭയങ്കര സമാധാനമായിട്ട് പോകുന്നുള്ള. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ആൾക്കാർ ഇത്തരത്തിൽ വേറെ രീതിയിലോട്ട് പോയി എന്നുള്ള സംഭവം പറയുന്നത്. ഇവിടെ വഴിപാട് കഴിക്കുന്നതും സംഭവങ്ങളൊക്കെ ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്? എന്താണെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് വഴിപാട് ആരും കഴിക്കുന്നത് എവിടെയാണ് വഴിപാട് കഴിക്കുക എന്നുള്ള അറിയാമല്ലോ. അപ്പം ആ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ പെൺകുട്ടികൾ അവിടെ വന്നിട്ട് ഓക്കെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കും ഇതുപോലെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ ഫൈൻ, നമുക്ക് മനസ്സിലായി, നിങ്ങൾ അവരുടെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ എടുത്തത്. പക്ഷേ അവിടോട്ട് പോയിട്ട് നിങ്ങൾ സാധാരണ ഇപ്പം ഒരു പ്രാങ്കോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നോ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ബാക്കി സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത്, ആൻഡ് അത്രയും ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ആ കുട്ടികൾ അപ്പം എന്നിട്ട് വേറൊരു പുള്ളിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആ കുട്ടിയുടെ അടുത്താണെങ്കിൽ എന്തോ മോളെ അത് അങ്ങനെയല്ല, നമ്മൾ ഫുഡ് കഴിക്കാനെ കൊണ്ട് വാ തന്നേക്കുന്ന ദൈവം അത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കണത്? അംഗീകരിച്ചു അങ്ങനത്തെ ദൈവമില്ല. നമ്മൾ പറയുന്ന ദൈവം എന്താ? നേരത്തോടെ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാത്തിനും ഒരു വ്യവസ്ഥ കാണാൻ പറ്റും. മനുഷ്യരുടെ അടുത്ത് നോക്കിയാൽ 37 ലക്ഷം കോടി കോശങ്ങൾ കാണാൻ പറ്റും. ഇവിടെ മഴ നോക്കിയാൽ മഴയുടെ പ്രക്രിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമാണ്. ഓരോ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണാൻ പറ്റും. ഇത്രയും വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോൾ ആ വ്യവസ്ഥക്ക് പിന്നിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രകൻ വേണ്ടതെന്നാണ് ചോദ്യം. ഈ യൂണിവേഴ്സിന് പുറത്ത്, അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ് മനോഹരമായിട്ട് ഓടുന്നു. അപ്പോൾ കാർ ആദ്യമായിട്ട് കാണുന്ന ഒരു ടീം, രണ്ടാൾ പോവാണ്. ഒരാൾ പറയാണ് കാറിനെ പറ്റി പഠിച്ചു, രണ്ടാൾ പഠിച്ചു, വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ കാർ എങ്ങനെയാണ് ഓടുന്നത് മനസ്സിലായി. എങ്ങനെയാണ് ഓടുന്നത് മനസ്സിലായപ്പോൾ ഒരാൾ പറഞ്ഞു ഈ കാർ ഉണ്ടാക്കിയത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആരാണ്, കാറിന്റെ ഓട്ടത്തിന്റെ മെക്കാനിക്സ് മനസ്സിലായപ്പോൾ. മറ്റൊരാൾ പറഞ്ഞു ഓട്ടത്തിന്റെ മെക്കാനിക്സ് മനസ്സിലായില്ലേ, പെട്രോൾ ഒഴിച്ചാൽ മതി, അത് എഞ്ചിനിലേക്ക് പോകും, എഞ്ചിനിൽ ഓയിൽ ഉണ്ടായാൽ മതി, എഞ്ചിൻ ഓടും, ടയർ ഉണ്ട്, സ്റ്റിയറിംഗ് കൂടി തിരിച്ചാൽ മതി, ഗിയർ മാറ്റിയാൽ മതി. ഇത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നിൽ ആരും വേണ്ടല്ലോ, കാറിന് ആരും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയുന്നത് ലോജിക്കലാണോ? അല്ല. മെക്കാനിസം അടിപൊളിയാണെങ്കിൽ മെക്കാനിസത്തിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാകുന്നതാണ് ലോജിക്കൽ. അത്ര നമ്മൾ പറയുന്നുള്ളൂ. ആ ക്വസ്റ്റൻ വഴിപാട് ദൈവം, രണ്ട് ദൈവം രണ്ടല്ലേ? വഴിപാട് ദൈവം ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം അപ്രോച്ച് ചെയ്യുന്ന ദൈവം, അതും ഇത്രയും മനോഹരമായിട്ടുള്ള വ്യവസ്ഥകൾ കൺട്രോൾ ചെയ്യുന്ന ദൈവം, ഇത് രണ്ടല്ലേ? ആ കൺട്രോളിംഗ് ദൈവം ഇല്ല എന്ന് പറയാൻ നമ്മുടെ എന്ത് പോയിന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വഴിപാട് ദൈവവും വേറെ, മറ്റേ ദൈവം വേറെ. ഓക്കെ ഫൈൻ, മനസ്സിലായി നമുക്ക്. ഓക്കെ മനസ്സിലായി. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന സാധനം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ നല്ലൊരു ഡിസൈനർ സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മനുഷ്യൻ അത്ര എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്മാരത് ഉണ്ടാക്കി വെച്ചത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടാവ് എന്തുകൊണ്ട് മൃഗങ്ങൾക്ക് ഈ എബിലിറ്റി കൊടുത്തില്ല? ഇന്ന് ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഭൂമി അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത് ഡിനോസേഴ്സ് ആയിരുന്നു. പിന്നെ മറ്റേ ഉൽക്കവന്ന് മറ്റേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ ഇന്ന് ലോകം അടക്കി ഭരിക്കുന്നത് മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർക്ക് അത്ര എബിലിറ്റിയും ബുദ്ധിയും തലച്ചോറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റു മൃഗങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട്. പറഞ്ഞ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഇത്ര ദിവസങ്ങളുണ്ടെന്നും ഭൂമിയൊക്കെ ചുറ്റുന്ന കാര്യങ്ങൾ ഇതൊന്നും മൃഗങ്ങൾക്ക് അറിയത്തില്ല. കാരണം അവർക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. നമ്മൾ മനുഷ്യന്മാർക്കാണ് അവർക്കുള്ള ഒരു എബിലിറ്റി നമുക്കില്ല. കാര്യം എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തേക്കിന് അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ സെൻസറി ഓർഗൻസ് പെട്ടെന്ന് വർക്ക് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് പല മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് മനുഷ്യന്മാർക്ക് ആ ഒരു എബിലിറ്റി ഇല്ല. നമ്മളതിനെ പല ഈ പറയുന്ന കാലാകാലങ്ങളായിട്ട് സംഭവിക്കുന്ന രീതികളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ കുറച്ച് പൂർവികന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇത് ഇന്നതാണ് സംഭവിക്കാമെന്ന്. മഴ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അവർക്ക് ഇത്രയും നാൾ ഒബ്സർവ് ചെയ്ത് അവർ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമുക്ക് പല എക്യുപ്മെന്റ്സ് ആയി, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളായി, അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മളുടെ ഉള്ള എബിലിറ്റി വെച്ച് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു സംഭവം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് മറ്റുള്ള മൃഗങ്ങൾക്ക് ഇത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. സോ നമ്മളുടെ എബിലിറ്റി, നമ്മളുടെ തലച്ചോറ്, ബ്രെയിൻ, ആദ്യ കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന തലച്ചോറിന് ഇത്രയും വലിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അല്ലേ? പരിണാമം സംഭവിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗ്രാജുവലി തലച്ചോറ് വളരുകയും വലുതാവുകയും അങ്ങനെ നമുക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാൽ പിന്നെ ആദ്യ കാലങ്ങളിൽ എന്തുകൊണ്ട് മനുഷ്യന്മാർ ഇത് ഉണ്ടാക്കിയില്ല? അപ്പൊ അതാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതിനകത്ത് ഈ ഡിസൈനറുടെ കാര്യം പറയുമ്പോൾ ഇവിടെ മഴ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സൂര്യപ്രകാശം ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് വെള്ളം നീരാവിയായിട്ട് ആകാശമായി മേഘമായിട്ട് രൂപപ്പെട്ട് പിന്നീട് ഈ മഴ പെയ്യുന്ന ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച സംഭവമല്ലേ? അപ്പൊ അതിനകത്ത് ഡിസൈനറിന്റെ കാര്യം നിങ്ങൾ പറയുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഡിസൈനർ ഭൂമിയിൽ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജീവൻ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? എന്തുകൊണ്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് ദൈവം തിരിഞ്ഞു പോലും നോക്കുന്നില്ല? അങ്ങനെയുള്ള എത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ആളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ സ്വകാര്യതയിലോട്ട് കടന്നു ചെന്നിട്ട് ഇത് പറയണം അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ആ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അപ്പൊ ബബ്ബ അടിച്ചിട്ട് വേറെ മുടന്ത ന്യായങ്ങളാണ് പറയുന്നത്. നമ്മുടെ എഫേർട്ട് ആക്ച്വലി ഇവിടെ ഒരുപാട് വിഷയങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ശരിയാണ്. ഇതിനർത്ഥം ഇപ്പൊ പറഞ്ഞ ഇത്രയും സിസ്റ്റം ഉണ്ടാക്കിയ ദൈവം ഇല്ല എന്ന് പറയാൻ ഒരു കാരണമോ? ഇല്ല. ആ ദൈവത്തെ എനർജി അല്ല ഒരു ദൈവം. കേട്ടില്ലേ? എനർജി അല്ല ഒരു ദൈവം പുറത്തുള്ള. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് ദൈവം വന്ന് പറഞ്ഞ അല്ല ഇത് അപ്പം ഓക്കെ, അവരൊരു എനർജി എന്ന് ആ കുട്ടി പറഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു സയന്റിഫിക്കലായിട്ട് ലോജിക്കലി അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കുട്ടി ശ്രമിക്കുമ്പോഴത്തേക്കിന് വീണ്ടും അവിടിലോട്ട് ആ ഒരു കറ ഇട്ട് കൊടുക്കുകയാണ്. ദൈവം എനർജി അല്ല ദൈവം. ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും നിങ്ങളുടെ മുന്നിൽ ദൈവമാകുമോ? ഹേ, എങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്തേക്ക് ഇപ്പൊ ഭൂമി ചുറ്റുന്ന സംഭവം ഇത് ഡാർക്ക് എനർജിയാണ്, അപ്പം അതാണ് ദൈവം എന്ന് പറയുമോ? അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പം ഡാർക്ക് മാറ്റർ ആവുമോ ദൈവം? ഇതിലേതായിരിക്കും നിങ്ങൾ ഇത് ഏത് എനർജിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്നത് ദൈവമാണെന്ന്? അതിനൊരു കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ പ്രയാസങ്ങൾ പാടില്ല എന്ന് പറയണമെങ്കിൽ ദൈവം പറയണം ഞാനുണ്ട്, ഞാൻ ആർക്കും പ്രയാസങ്ങൾ തരില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വിശ്വസിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. അതിലേക്ക് വരാം. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചെയ്തു തരാന്ന് പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ലേ? ആരാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്? മതവിശ്വാസികളാണല്ലോ. ആ മതവിശ്വാസികളുടെ മതത്തിൽ നിന്നാണ് നമുക്ക് ദൈവത്തെ കിട്ടുന്നത്. ആ മതത്തിൽ ദൈവം പറയുന്നില്ലേ തന്നെ വിശ്വസിക്കാൻ? ദൈവം ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ? പിന്നെ ദൈവം എങ്ങനെയാ പറയാ ചോദിക്കട്ടെ? അല്ല, ദൈവം എവിടെ വന്ന് പറഞ്ഞേക്കുന്നത്? എനിക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫുൾ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കി? ദൈവത്തെ എവിടെ വായിക്കുന്നത്, എവിടെ കേൾക്കുന്നത്, എവിടെ അറിയുന്നത്? മതങ്ങൾ എന്നല്ലേ? സിംപ്ലി മതങ്ങൾ എന്നല്ലേ? അല്ലേ? ആ മതങ്ങൾ പറയും ദൈവം, എസ്പെഷ്യലി ഇസ്ലാം പറയും ദൈവം. ആ ദൈവം ആക്ച്വലി നിങ്ങൾ എന്നെ അംഗീകരിക്കണം, എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു പ്രയാസം സംഭവിക്കില്ല, ഒരു ബുദ്ധിമുട്ട് സംഭവിക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ദൈവം എന്നെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്, ആ ദൈവം എന്നെ ആരാധിക്കാൻ പറയുന്നുണ്ട്. കാരണം ഞാനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. ആ ദൈവം പറയുന്നുട്ടോ, ആ ദൈവം പറയുന്നു ഞാനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. വ്യക്തമായ തെളിവുകൾ ആ ദൈവം നൽകിയതിനു ശേഷം പറയുന്നു ഞാനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്, നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എനിക്ക് കീഴ്പ്പെടണം, നിങ്ങൾ മരണത്തിന് ശേഷം നിങ്ങൾ എന്നിലേക്ക് അടുപ്പിക്കപ്പെടും. പക്ഷേ ആ ദൈവം പറയാത്ത കാര്യം നമ്മൾ ദൈവത്തിന്റെ പേര് വിശ്വസിക്കുന്നു. ദൈവം ഒരിക്കലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ചൂരൽമലയാർ പറഞ്ഞ ഒരു അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ബാക്കി ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം അതെപ്പോ പറഞ്ഞ്? എടാ നമ്മൾ അറിഞ്ഞില്ല, സത്യമായിട്ട് നമ്മൾ അറിഞ്ഞില്ലേ, നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ? ബ്രോന്റെ അടുത്ത് പറഞ്ഞാ? അതെപ്പോ? നമ്മൾ അറിഞ്ഞില്ല ബ്രോ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ കോൺടാക്ട് നമ്പർ എന്താ പറഞ്ഞാൽ എനിക്ക് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല, നിങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എടാ എൻ്റെ പൊന്നളിയാ നമുക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇവിടെ അല്ല, നമ്മൾ വേറെ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഫ്ലൈറ്റ് പിടിച്ചാൽ കിടത്തേണ്ട അളിയാ, ഇവിടെ മൊത്തം ഭയങ്കര വിഷയമാണ്ടാ, അതാണ് വിഷയം. പിന്നെ അളിയാ നമ്മൾ ബാക്കി ചൂരന്മാരുടെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അളിയാ നീ അതൊന്ന് പറഞ്ഞു കൊടുക്കളിയാ, ദൈവം വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാ? അതെപ്പോഴാണ് ബ്രോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? നമുക്കിത് ഓവർലാപ്പ് ആയിക്കാണ്. നമ്മുടെ മായാവി അല്ലെങ്കിൽ ഒരു ബാലരമ കഥകൾ, ആ പുരാണ കഥകൾ, ഈ കഥകൾ കേട്ട് നമ്മൾ മനസ്സിലാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി രാത്രി ഇരിക്കുന്നു, ധ്യാനിക്കുന്നു, അപ്പോൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, വരം തരുന്നു. ഇത് നമ്മൾ മനസ്സിൽ സേവ് ആയതുകൊണ്ടാണ്. അതല്ല ആക്ച്വലി പ്രമാണങ്ങൾ പറയും ദൈവം. ഇത് രണ്ടാണ്. സന്യാസി അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ട് ബാക്കി കേൾക്കാം. കാരണം ദൈവം അങ്ങനെ തരാനുള്ള ലോകം മരണാനന്തരമാണ് വെച്ചിട്ടുള്ള ദൈവം പറയുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ മരണാനന്തരം, മരണത്തിന് ശേഷം അങ്ങനെ അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന എല്ലാം കൊടുക്കും. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസികളുടെ വീക്ഷണത്തിൽ പരീക്ഷണമാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളൊരു കാര്യം മരണാനന്തരമോ? അത് ബ്രോ നിങ്ങൾ മരണാനന്തരം അല്ലെങ്കിൽ മരിച്ചിട്ട് പിന്നെ അവിടെ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്ന് ആരെങ്കിലും നിങ്ങൾ കണ്ടോ? ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ മരണാനന്തരം എന്ന് പറയുമ്പോൾ? എനിക്കറിയില്ല. ഇപ്പൊ പറയും എടാ അതൊക്കെ ഓരോരുത്തരുടെ ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല, ആൾക്കാരുടെ വിശ്വാസങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, ഐ റെസ്പെക്ട്. പക്ഷെ എന്തിനാണ് മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ കുട്ടിക്ക് അത് താല്പര്യമില്ല, ആ കുട്ടിക്ക് വിശ്വാസമില്ല, എന്തിനാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? പറയുന്ന ജീവസങ്കൽ പ്രകാരം ആക്ച്വലി ഇത് വളരെ കോംപ്രഹെൻഡ് ആണ്. ദൈവത്തെ നിഷേധിക്കാനല്ല, ദൈവത്തെ അംഗീകരിക്കാനാണ് തെളിവുകൾ നമുക്ക് മുന്നിൽ കാണുന്നത്. ഇത്രയും അടിപൊളി സിസ്റ്റങ്ങൾ, സംവിധാനങ്ങൾ നമുക്ക് മുന്നിലെന്ന് പറയല്, നിങ്ങൾക്ക് മുന്നിൽ. ഓക്കെ, ട്രെയിൻ അപകടത്തിൽ പെട്ടു, അതിൽ നിങ്ങൾ കേറേണ്ടതായിരുന്നു, പക്ഷെ ദൈവം കാരണം അങ്ങനെയല്ല പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞത് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ഉദാഹരണം. ചിലപ്പോൾ അങ്ങനെ സ്വീകരിക്കും, എപ്പോഴും ഇങ്ങനെ കൊള്ളുന്നില്ല. അതാണ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ, ട്രെയിൻ കിട്ടാൻ വേണ്ടിട്ടാ,
ആ. പക്ഷെ ദൈവം എനിക്ക് തരുന്ന റിസൾട്ട് എന്താണ്? ട്രെയിനിന്റെ ഉള്ളത്തെ അപകടം ഒഴിവാക്കിയിട്ടാണ്. മനസ്സിലായോ? ഇത് നമ്മൾ പറയുന്നില്ല കേട്ടോ. അത് ദൈവത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന രീതിയെ പറ്റി പറയുന്നു. അവിടെ സമയത്തിൽ എത്താത്തനോണ്ടല്ല ട്രെയിൻ ഇട്ടാത്തെ. അതിന് ദൈവത്തിന്റെ കളിയാന്ന് പറഞ്ഞാൽ ഞാൻ അല്ല, വിശ്വസിക്കില്ല. നിങ്ങൾ പ്രാർത്ഥന കഷ്ടോണ്ടാ. ആ കൊച്ചു കറക്റ്റ് കാര്യം പറഞ്ഞു. പുള്ളി അങ്ങനല്ല, ദൈവമാണ് ഇത് മാറ്റിയത്. നമ്മൾ കൃത്യസമയത്ത് നമ്മൾ റെഡി ആയിട്ട് പോകാത്തോണ്ട് ട്രെയിൻ മിസ്സായി. അപ്പൊ പറയുന്നു അത് ദൈവം മാറ്റി വെച്ചതാണ്. വിശ്വാസങ്ങളൊക്കെ വേണം, ഭ്രാന്തമാവരുത്. എന്തെങ്കിലും ഒരു ഉപദ്രവം വരുമ്പോഴേക്കും ഒരു മതവിശ്വാസി ദൈവവിശ്വാസം ഒഴിവാക്കുന്നില്ല. നേരെ മറിച്ച് കൂടുതൽ ദൈവവിശ്വാസിയാകാൻ നോക്കുകയാണ് ചെയ്യുക. കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ ആരാധനകൾ ചെയ്ത്, ചിലപ്പോൾ ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ ധ്യാനം ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകുന്ന കുർബാനക്ക് പോകുന്നവരാണ് അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ് അങ്ങനെ ചെയ്ത് കൂടുതൽ ദൈവത്തോട് അടുക്കാനാണ് ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? കാരണം അവൻ വിചാരിക്കുന്നത് ഒരു ടെസ്റ്റ് ആണെന്നാണ്, ഇതൊരു പരീക്ഷണമാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. കാരണം പലരും പറയുന്ന സമയം ദൈവം ദുഷ്ടന്മാരെ പന പോലെ വളർത്തും, നമുക്കിതുപോലെ കഷ്ടങ്ങൾ തരുതും, പക്ഷേ നമുക്കൊരു നല്ല കാലം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പണിയെടുത്താലേ നമുക്ക് നല്ല കാലം വരുള്ളൂ. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ പന പോലെ വളർന്ന് അങ്ങനെ മരിക്കുന്നിടം വരെ അങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കും. പിന്നെ കുറെ ആൾക്കാർ ഇവിടെ കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഇങ്ങനെ മൂഞ്ചി തെറ്റി നടക്കുന്ന ആൾക്കാർ പറയും, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്ന നമുക്ക് നല്ല കാലം വരും, പിന്നെ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ അടിപൊളിയായിരിക്കും. ഇതൊക്കെ ആരെയും പോയിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണോ? ശരിക്കും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം ഇൻസ്റ്റന്റ് ആയി റെസ്പോൺസ് തരുന്ന ഒരു നമ്മൾ ഡെലിവറി ബോയ് അല്ല. അങ്ങനെയല്ല ഒരു ദൈവത്തെ കാണുന്നത് മതവിശ്വാസികൾ. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? മതവിശ്വാസികളുടെ ഒരു പെർസ്പെക്റ്റീവ് ക്ലിയർ അല്ലേ? അപ്പോൾ ദൈവത്തെ ഒരു ഇൻസ്റ്റന്റ് ഡെലിവറി ബോയ് ആയിട്ടല്ല കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടും, ഈ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ റെസ്പോൺസ് കിട്ടും. നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ വല്ല ഒരു ഫുഡ് ഡെലിവറിക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് കയ്യിലെത്തും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പ്രകാരമുള്ള പൈസയൊക്കെ കൊടുത്ത് ഇതുപോലെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് വഴിപാട്, ഇവരെ പറഞ്ഞ പോലെ വഴിപാടോ നേർച്ച എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്ര എമൗണ്ട് മുടക്കിയിട്ടും നമ്മുടെ ഈ ദൈവമാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കണില്ലടാ, കള്ള കശ്മലൻ. അങ്ങനെ തന്നെ ഒരു പരിപാടിയാ ഇത്. വല്ല കൺസ്യൂമർ പുള്ളി വല്ല ഇവിടെ വല്ല ഉള്ള ആളായിരുന്നെങ്കിൽ കൺസ്യൂമർ കൂട്ടി പോയിട്ട് നമുക്ക് പരാതി കൊടുക്കായിരുന്നു. നമ്മൾ ഈ സംഭവം നമ്മൾ പൈസ ഇട്ട് കൊടുത്തു, എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പണിയെടുക്കുന്നില്ല. സ്വിഗ്ഗി സൊമാറ്റോ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എത്ര രൂപ പൈസ നമ്മൾ പ്രീപെയ്ഡ് ആണ് സംഭവം, എന്നിട്ട് നമുക്ക് ഇത് സാധനം കൊണ്ട് തന്നില്ല എന്നുള്ളത് നമുക്ക് പറയാം, കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കാം. പക്ഷെ ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ എവിടെ പോയി പറയൂടെ? മതവിശ്വാസികൾ അതിനെ കാണുന്നതാണ്. അതുകൊണ്ടാണ് മതവിശ്വാസികളോട് നിങ്ങൾ ദൈവം ഇങ്ങനെ മാറാരോഗങ്ങൾ തരുന്നുണ്ടല്ലോ, ചൂരൽമല ദുരന്തം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതൊന്നും എന്തേ ദൈവം സഹായിക്കാത്തത് എന്ന് ചോദിച്ചാൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആർഗ്യുമെന്റ് ആയി തോന്നാത്തതിന്റെ കാരണം ഇതൊക്കെ ദൈവം തരും, ഇത് ടെസ്റ്റാണ്, ഈ ജീവിതം അതാണ് എന്നായിരിക്കും മതവിശ്വാസി. ഇതാരാ പറഞ്ഞേ? ഇതാരാ ഈ മതവിശ്വാസികളുടെ അടുത്ത് പോയി പറഞ്ഞേ? ഏത് ദൈവമാണ് പോയി പറഞ്ഞേ? എല്ലാ പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചു കൊടുത്താലേ, അല്ലെങ്കിൽ ഫുൾ സുഖം കൊടുത്താലേ ഒരു ടെസ്റ്റ് നടക്കുമോ? ടെസ്റ്റിന് വേണ്ടി സാധനം ഉണ്ടാക്കി ടെസ്റ്റ് നടക്കണ്ടേ? ദൈവം പറഞ്ഞില്ലല്ലോ. അതാണ് പറഞ്ഞത്, ദൈവം മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടോ? പരീക്ഷണാണ്, പരീക്ഷിക്കുന്നു പരീക്ഷിക്കുന്നുണ്ട്. പോലെ നബുലുവന്നക്കും ബിശൈഇൻ എന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും പരീക്ഷിക്കുന്നു. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ പേടി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. പല രൂപത്തിൽ പേടിണ്ടാവും. ചിലപ്പോൾ ചീത്ത ഭരണാധികാരികൾ വരുമ്പോൾ നിങ്ങൾ പേടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. ഇങ്ങനത്തെ പേടി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. അത് പടങ്ങൾക്ക് പരീക്ഷിക്കുന്നില്ല, തീർച്ചയായും പരീക്ഷിക്കും. ഇങ്ങനെ ഒരു ആ പരീക്ഷണത്തിനെ പറ്റി ഉറപ്പായിട്ടും ദൈവം പറയുന്നു. എന്നിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് പറയുന്നത്? ക്ഷീണിച്ചോ? വിശപ്പ്, രോഗം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ട അങ്ങനെയുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ പരീക്ഷിക്കും. അതുകൊണ്ടാണ് ഈ ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ, എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ അത് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. ഈ ഒരു സന്ദേശമാണ് ദൈവം തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മതവിശ്വാസികൾ എന്ത് വിശ്വസിക്കുന്നത്? ഈ ജീവിതം ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റാണ്. ഇത് എന്ത് സംഭവിച്ചാലും ഒരു ടെസ്റ്റാണ്. അവിടെ നമ്മൾ ക്ഷമിക്കണം, നമ്മളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളൊരു സംഗതിയാണ് മതവിശ്വാസികൾ. ഇതെല്ലാം പരീക്ഷണങ്ങളാണ് കേട്ടോ. പരീക്ഷണം നമ്മൾ മരിച്ചതിന് ശേഷം, മരണാനന്തരം നമ്മളിതെല്ലാം അനുഭവിക്കുന്നത് മരണാനന്തരത്തിന് ശേഷം നമുക്ക് നല്ലത് കിട്ടും, സ്വർഗം കിട്ടും. എൻ്റെ പൊന്നു ബ്രോ, ഇറ്റ്സ് 2026 ബ്രോ. പ്ലീസ് ഒരാളിലോട്ട്, ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ബ്രോ. ഒരാൾക്ക് വിശ്വസിക്കാതിരിക്കുന്നതും വിശ്വസിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ടോ? ഇല്ല, കാരണം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഒരാളുടെ അടുത്ത് വിശ്വാസമില്ലാതെ ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് പറയാൻ പറ്റും നിങ്ങളത് വിശ്വസിച്ചേ പറ്റുന്നുള്ളത്? ഇല്ല, എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആൻഡ് ഇത് ഡിബേറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇതിനകത്ത് ഗൈസ് ഓഡിയൻസ് നിങ്ങൾ പറയും, നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പം എക്സ്ട്രീം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ലോജിക്കലി നിങ്ങൾ ചിന്തിക്കുക ഗൈസ്, വിശ്വാസങ്ങളൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷനൊക്കെ നമ്മളോട്ട് ഉണ്ടാക്കാനോ ഒക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതങ്ങനെ തന്നെ വേണം. അല്ലാതെ അത് മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.
അല്ല ശരിക്കും നിങ്ങൾ എങ്ങനെ ദൈവമായത്? വല്ല PSC എക്സാം എഴുതി പാസ്സായിട്ട് കയറിയാണോ, അതോ ഇനി നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന്റെ വേക്കൻസി കയറിയാണോ? അങ്ങനൊന്നും അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആരാ ശരിക്കും ദൈവമാക്കിയത്? നിങ്ങളെ മറ്റൊരാളാണ് ദൈവമാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നിങ്ങളെ ദൈവമാക്കിയേക്കുന്ന ആ ഒരു വ്യക്തിനെ ഉണ്ടാക്കിയേക്കുന്ന ആരാ? അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ദൈവമാണെന്ന് റിയലൈസ് ചെയ്തേക്കുന്ന ആ ഒരു എക്സാക്ട് മൊമെന്റ് അതേതായിരുന്നു? ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും മോശം സൃഷ്ടിയാണ്. എന്തോ ഈ സൃഷ്ടിക്ക് എന്തോ ഇത്ര കുഴപ്പം എന്തുവാ? അറ്റ്ലീസ്റ്റ് പഠിച്ച എക്സാം പോലും പാസ്സാവാൻ പറ്റാത്ത നിന്നെ പിന്നെ എന്നാ പറയാനാ? മിണ്ടരുത്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ എക്സാം പേപ്പറിലെ പകുതി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി താൻ എന്താണെന്ന് എഴുതാൻ എന്നിട്ടിപ്പോ എനിക്ക് കുറ്റ. അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂറും കണ്ട മുമ്പിളർക്കെല്ലാം മെസ്സേജ് അയച്ച് കണ്ട പബ്ബിലും പാർക്കിലൊക്കെ കറങ്ങി നടക്കുന്ന നീ പിന്നെ എങ്ങനെ നന്നാവാനാ? ഓ പിന്നെ രംഭമേനക തിലോത്തമ്മമാരെ ദേവലോകത്ത് പിന്നെ പദ്യ പാരായണം പാടാനാണല്ലോ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഒരുമാതിരി മറ്റടുത്ത നന്മോരം കളിക്കല്ലേ. ദൈവത്തോട് തർക്കുത്തരം പറയാൻ നിനക്കൊക്കെ നല്ല കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്. എനിക്കാണോ കൗൺസിലിംഗ് ആവശ്യം, അതോ തനിക്കാണോ? എനിക്കെന്തിനാണോ കൗൺസിലിംഗ്? അതിന് ഞാൻ എന്നാ ഇത്? ഇവിടെ കൊറോണയും പ്രളയമൊക്കെ വന്ന് കൊറേ എണ്ണം ചത്തു പോലെ നടന്നപ്പോ താൻ ഇതൊന്നും അരിയുണ്ട പൊടിക്കാൻ പോയിരുന്നോ? അത് ഞാൻ മനുഷ്യന്മാരെ ഒന്നും പരീക്ഷിച്ചതല്ലേ. പരീക്ഷണമായിരുന്നോ? അങ്ങനെയാണെങ്കിലേ ഇവിടെ സംസാരിക്കാൻ പോലും ആവുന്നില്ലാത്ത കുറെ പിഞ്ചു കുഞ്ഞുങ്ങളെ തന്റെ ബാക്കിയുള്ള കുറച്ച് സൃഷ്ടികളെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തപ്പോ ഒന്നും ചെയ്യാതെ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന താനൊക്കെ എന്ത് തരം സൈക്കോയാണോ? ഇനിയും പറ, എനിക്കാണോ കൗൺസിലിംഗ് ആവശ്യം അതോ തനിക്കാണോ? അതെ, എനിക്ക് ചെറിയൊരു വരം വേണമായിരുന്നു കേട്ടോ. എന്ത് വരം? അത് ഈ പെമ്പിളാറെ മനസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വരം. നിന്റെ ലവർ ഭയങ്കര ടോക്സിക് ആണല്ലേ? ചെറുതായിട്ട്. അപ്പൊ അവളെ നല്ല പേടിയുണ്ടല്ലേ? എന്താണെങ്കിലും പീരീഡ്സ് ആവുന്ന പെമ്പിളാരെ കാണുമ്പോ തനിക്കുള്ള അത്ര പേടിയൊന്നും നമുക്കില്ല കേട്ടാ. എന്റെ ഒരു സംശയം, നിങ്ങള് ഭൂമിയിൽ മൊത്തം 33 കോടി ദൈവങ്ങളുണ്ടല്ലോ. ഉണ്ടല്ലോ. പക്ഷെ ഭൂമിയിൽ മാത്രമല്ലല്ലോ ജീവനുള്ള, വേറെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അവിടെ പോയി വർക്ക് എടുക്കണ ആരാ? നിങ്ങൾ തന്നെയാണോ അതോ വേറെ ടീംസ് ആണോ അവിടെ? അതിപ്പോ അവിടെ ദൈവങ്ങൾക്ക് പേരെന്തൊക്കെയാ? വേണമെന്നല്ലേ? അപ്പോഴേക്കും പോവാണോ? അറ്റ്ലീസ്റ്റ് ആ വോയേജർ എവിടെ എത്തുന്നെങ്കിലും ഒന്ന് പറയാവോ? സയന്റിഫിക് ആയിട്ട് ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരവില്ല. എന്ത് ദൈവമാണ്ടാ ഇത്?